സംസ്ഥാനത്ത് തുലാവർഷം ശക്തി പ്രാപിച്ചു. ഇന്നും കനത്ത മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും കടലാക്രമണത്തിനും സാധ്യത. ജാഗ്രതാ നിർദ്ദേശം. ശബരിമലയിൽ നടന്നത് സ്വർണ്ണ കവർച്ചയെന്ന പ്രത്യേക അന്വേഷണ സംഘം. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. കോടതി നടപടികൾ അടച്ചിട്ട മുറിയിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. അറസ്റ്റിന് സാധ്യത. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ഇന്ന് കേരളത്തിൽ. നാളെ ശബരിമലയിൽ ദർശനം നടത്തും. തീർത്ഥാടകർക്ക് നിയന്ത്രണം. നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ ഇന്ന് ട്രയൽ റൺ. അമേരിക്കയിൽ ഷട്ട് ഡൗൺ തുടരും. ധനാനുമതി ബിൽ തുടർച്ചയായ 11ാം തവണയും സെനറ്റിൽ പരാജയപ്പെട്ടു. അടച്ചുപൂട്ടൽ 21ാം ദിവസത്തിലേക്ക്. ശമ്പളം കിട്ടാതെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ആദ്യഘട്ട മത്സരചിത്രം തെളിയുമ്പോഴും അഭിപ്രായ ഭിന്നത പരിഹരിക്കാനാകാതെ മഹാസഖ്യം. 9 മണ്ഡലങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾ നേർക്കുനേർ മത്സരിക്കും. തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ JMM. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വൈകിട്ട് 4 മണിക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 8 ദിവസത്തെ മേളയിൽ 20,000-ത്തിലധികം കുട്ടികൾ പങ്കെടുക്കും. മത്സരങ്ങൾ ഒളിമ്പിക്സ് മാതൃകയിൽ.